അപ്പം ലിജി നമ്മൾ എവിടെയാണ് പോണേ? നമ്മ കൊല്ലത്താ പോണേ കേട്ടോ. ഒരു പ്രത്യേകത ഉണ്ട്. എന്ത് പ്രത്യേകത? ഇന്ന് നമ്മൾ ജങ്കാറിലാണ് പോണത്. അതെ, എന്താ സംഭവം എന്ന് വെച്ചാൽ എനിക്കിന്ന് വർക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കൊല്ലത്ത് വേണ്ടി ഇറങ്ങിയതാ. പിന്നെ അതുകൂടാതെ നമുക്ക് സിവിൽ സപ്ലൈ ഓഫീസ് വരെ പോണ്. ഞങ്ങളുടെ കാർഡ്, റേഷൻ കാർഡ് BPL ആക്കാൻ വേണ്ടി അപേക്ഷിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിനൊരു പേപ്പർ കൊടുക്കാൻ വേണ്ടി അതിന് പോകണം. അപ്പോൾ അതുകൊണ്ട് ഇന്ന് വർക്ക് ക്യാൻസൽ ചെയ്ത്. എന്നാലും ലിജി എൻ്റെ കൂടെ വരും. ഞാൻ പറഞ്ഞല്ലോ, ലിജി ഇപ്പോൾ എവിടെ പോയാലും എൻ്റെ കൂടെ വരും. അതാണ് ലിജിയുടെ മൈൻഡ് സെറ്റ്. പിന്നെ ഇന്ന് ലിജിക്ക് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. കുറേ കാലത്തിന് ശേഷം ഇന്ന് എത്തുന്ന മഹത്തായ ദിനമാണ്. മറ്റേ ബ്രഹ്മയുഗ സിനിമയ്ക്കകത്ത് മമ്മൂട്ടി പറയുന്ന നിനക്ക് പറയല്ലേ, അവസാനം തിരിച്ച് വീട്ടിൽ പോകാൻ നേരത്ത് നിനക്ക് ഇനി പോവാൻ സാധിക്കില്ല, അതിനകത്ത് ഡയലോഗ് അങ്ങനെ പറയുമല്ലോ അല്ലേ, നിനക്ക് പോകാൻ അനുവാദം ഇല്ല എന്ന് പറയില്ലേ, അതുപോലെ പറഞ്ഞ കേട്ടോ ലിജി. പറയോ? കേക്കൂല പക്ഷെ ചുമ്മാ പറയണേ. അപ്പൊ ആരാ വരുന്നതുള്ളത് വെച്ചാൽ സർപ്രൈസ് ആയിക്കോട്ടെ അല്ലേ, ആരൊരു സർപ്രൈസ് ആയിക്കോട്ടെ. പലരും കാണാൻ ആഗ്രഹിച്ചിട്ടുള്ള 2 വ്യക്തികളാണ് ഇന്ന് വരുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ജങ്കാർ അവിടെ അടുത്തിട്ടുണ്ട്. ജങ്കാർ ഷോക്ക് അടിച്ചാണ് വന്നത്. ഈ ചേട്ടൻ ഓട്ടോറിക്ഷ എടുത്താലും നമ്മുടെ വണ്ടി അകത്തോട്ട് കയറ്റായിരുന്നു കേട്ടോ. ഞാൻ വണ്ടി സ്റ്റാർട്ടാക്കി. ഈ വണ്ടികളൊക്കെ അവിടെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. കുറച്ച് ബൈക്കും കാര്യങ്ങളൊക്കെ ഉള്ളു കേട്ടോ ഇപ്രാവശ്യം. എന്നാലും നമുക്ക് എന്തായാലും കയറാം. ഹാൻഡ് ബ്രേക്ക് കിടക്കാം. അപ്പോൾ ഒരുപാട് കാലമായിട്ട് നമ്മുടെ ജങ്കാർ നിർത്തി വെച്ചേക്കുമായിരുന്നു കേടുപാടുകളൊക്കെ പറ്റിയിട്ട്. നമ്മുടെ ഈ ഒരു പാലം വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജങ്കാറിന് ആവശ്യമൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു സൈഡിൽ കൂടെ കയറേണ്ടത്. അപ്പോൾ പരിചയസമ്പന്നരായ ഡ്രൈവർമാരില്ലെങ്കിൽ ചിലപ്പോൾ ജങ്കാർ ഇച്ചിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. പക്ഷെ അത്ര വലിയ അപകടമൊന്നുമില്ല. ശ്രദ്ധിച്ച് കയറ്റിയാൽ സാധാരണ നമ്മൾ വണ്ടി ഓടിക്കണമെങ്കിൽ ഓടിച്ചാൽ ഇവിടെ ബാക്കിലൊരു വണ്ടി ഇടുന്ന് റിവേഴ്സ് എടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ജങ്കാറിൽ കയറുന്ന സമയത്ത് നമുക്ക് കോ പാസഞ്ചറിനെ, അതായത് സൈഡിലുള്ള ആളെ ഇരുത്താൻ പാടില്ലെന്നാണ്. ഡ്രൈവർ മാത്രമേ വണ്ടി ഓടിച്ച് കയറാൻ പാടുള്ളൂ. പക്ഷെ നമ്മുടെ സാഹചര്യത്തിൽ ലിജിക്ക് ഇറങ്ങിയിട്ട് പിന്നെ കയറാൻ പാടാത്തതുകൊണ്ട് നമ്മൾ കയറും. അളർന്നതില്ല ജങ്കാറിൽ നമ്മുടെ വണ്ടി കയറ്റി കേട്ടോ. ലിജീനെ വണ്ടിക്കകത്ത് ഇറക്കുന്ന പറഞ്ഞാൽ ചേട്ടന്മാർ പറയായിരുന്നു. ഞങ്ങൾ പറഞ്ഞിട്ട് ചേട്ടൻ മനസ്സിലാവണില്ല. ഞങ്ങൾ പറഞ്ഞ് ഇറങ്ങാൻ പറ്റാത്ത ആളാണെന്ന് പറഞ്ഞപ്പോൾ കേൾക്കുന്നില്ല കേട്ടോ. ഇതിനകത്ത് ഇരുന്ന് വന്നിട്ടുണ്ടല്ലേ ലിജി? എത്ര പ്രാവശ്യം അവിടെ വെച്ചാൽ അവിടെ പാസഞ്ചേഴ്സിനൊക്കെ ഇരിക്കാനുള്ള ക്യാബിനാണ് കേട്ടോ. ആ ഒരു ഭാഗത്ത് അവിടെ കുറച്ച് ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അങ്ങനെയാണ് അവിടുത്തെ ഒരു പോർഷൻ കേട്ടോ. അപ്പോൾ നമ്മുടെ ജങ്കാർത്ത് ഇപ്പോൾ ജസ്റ്റ് ആൾ വന്നാൽ അപ്പം തന്നെ എടുക്കുകയാണ് കേട്ടോ. കുറേ നേരം വെയിറ്റ് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ പാലം പണിയുടെ കുറച്ച് അപ്ഡേഷൻസ് പറയാം കേട്ടോ. ഞാൻ ഇന്നലെ ജങ്കാറിൽ വന്നിട്ടുണ്ടായിരുന്നു. ലിജി ഇന്ന് കുറേ കാലത്തിന് ശേഷം ആദ്യമായിട്ടാണ് വരുന്നത് ജങ്കാറിൽ. അപ്പോൾ നമ്മുടെ പാലം പണി ഏകദേശം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. കുറേ നാളായിട്ട് നിർത്തി വെച്ചേക്കുമായിരുന്നു. സംഭവം എന്താ വെച്ചാൽ അവിടെ കാണുന്ന 2 ബീമുകൾ, എച്ച് പോലെ കാണുന്ന 2 പോർഷൻസ് ഇല്ല, അതിനകത്ത് 5 ബെൽറ്റുകൾ വന്നിട്ട് അതിൽ ഹാങ് ചെയ്തിട്ടാണ് നമ്മുടെ പാലം വരുന്നത് കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ, ഇതിന് നടുക്കൊരു സാധനം എടുത്ത് വെക്കണം, ഒരു പാളം. അപ്പോൾ അത് മോൾഡ് ചെയ്തൊരു സാധനം നമ്മുടെ നിലവിലിപ്പോൾ ആരും ചെയ്യാത്തതുകൊണ്ട് അതിൻ്റെ മോൾഡില്ല. അപ്പോൾ അതിന് അധികമായിട്ട് 12 കോടി രൂപ വേണമായിരുന്നു. അപ്പോൾ അത് അനുവദിച്ച് കിട്ടാനുള്ള താമസമൊക്കെ എന്നാണ് ഇതിൻ്റെ സാങ്കേതിക വിദഗ്ധർ പറയുന്നത് കേട്ടോ. അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇത്ര ഡിലേ വന്ന കേട്ടോ. ഏകദേശം 8 വർഷമായി കാണും പാലം പണിയാൻ തുടങ്ങിയിട്ട് കേട്ടോ. എനിക്ക് കൃത്യമായ കണക്കറിയില്ല. എന്തായാലും 5-6 വർഷത്തിന് മുകളിലായി. എന്തായാലും നമ്മുടെ ജങ്കാർ ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കാതെ ടിക്കറ്റ് മേടിക്കാനായിട്ട് ചാർജ് ചെയ്യാനായിട്ട് ആൾ വരുന്നുണ്ട്. നമ്മുടെ ഈ ബൈക്കിനൊക്കെ വന്നിട്ട് ഇപ്പം 25 രൂപ 20 രൂപ കണ്ട കേട്ടോ. തുടങ്ങുന്ന കാലത്ത് ബൈക്കിന് 10 രൂപയായിരുന്നു കേട്ടോ. ഇപ്പോൾ 25 രൂപ ബൈക്കിന്. കാറിനൊക്കെ 60 രൂപ. എക്സ്ട്രാ ഒരാളോടുണ്ട് 70 രൂപ ആവും കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ഗൂഗിൾ പേ വഴിയാണ് പേയ്മെൻറ്റ് കൊടുക്കാൻ പോണേ അല്ലേ ലിജി? അങ്ങനെ ഉണ്ട്, ഗൂഗിൾ പേ സംവിധാനം ഉണ്ട്, അല്ലാതെ ഉണ്ട് കേട്ടോ. ഇതിൻ്റെ ജങ്കാർ കെട്ടാനൊക്കെ ഉപയോഗിക്കുന്ന ഒരു തൊഴിലാളിയാണ് കേട്ടോ. ഒരു സ്ട്രാങ്ക് ഉണ്ടാവും. സ്ട്രാങ്ക് അവിടെ ഫ്രണ്ട് ഇരിപ്പുണ്ട് കേട്ടോ. സ്ട്രാങ്ക് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഗിയറും ബ്രേക്കും ആ സിസ്റ്റമൊക്കെ ഉണ്ട്. ചേട്ടന് പൈസ കൊടുക്കട്ടെ. ഇത് ബായിയാണെന്ന് കേട്ടോ. അല്ലല്ലോ പയ്യനാണല്ലോ. മാലയൊക്കെ ഇട്ടിട്ടുണ്ടല്ലേ. ഇതാണ് ഞങ്ങളുടെ അഷ്ടമുടിക്കായലിൻ്റെ ഒരു ഭാഗം കേട്ടോ. ആ കാണുന്ന ഭാഗങ്ങൾ എന്താ കുണ്ടറ, അങ്ങനെ കാഞ്ഞിരോട്ട് എന്ന് പറയുന്ന സ്ഥലങ്ങളൊക്കെ കേട്ടോ. കുണ്ടറ വളരെ ഫേമസ് ആയിരിക്കും. പിന്നെ അടുത്ത മാസം റിച്ചിയോ ഏട്ടാ ഗൂഗിൾ പേ ഉണ്ടോ? ഗൂഗിൾ പേ. അപ്പോൾ നമ്മുടെ പാലത്തിൻ്റെ കഥകളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നപ്പോഴേ നമ്മുടെ നമ്മളറിയുന്നൊരു ഫ്രണ്ട് കേട്ടോ വിളിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മളിത്
അങ്ങനെ ഇപ്പുറത്തെ കരയിലെത്തി കേട്ടോ വേണ്ടേ. അപ്പോൾ ഈ ജങ്കാർ എന്ന് പറഞ്ഞാൽ ഏകദേശം തുടങ്ങിയിട്ട് ഒരു 10-15 വർഷമായിട്ടുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എൻ്റെ കണക്കിൽ 10 വർഷത്തിന് മേളം എന്തായാലും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ മൺപ്രദേശക്കാർക്ക് ജങ്കാർ എന്ന് പറഞ്ഞാൽ വളരെ അത്യാവശ്യമുണ്ട്. ആ പാലം വരുന്നവർ എന്തായാലും വളരെ അത്യാവശ്യം ഒരു കാര്യമാണ്. ഞങ്ങൾ കൊല്ലത്തൊക്കെ പോകാനായിട്ട് ഇവിടുന്ന് പോകുമ്പോൾ ഏകദേശം 13 കിലോമീറ്ററേ ഉള്ളൂ ഇങ്ങനെ ജങ്കാറിലൂടെ പോകുമ്പോൾ കേട്ടോ. അല്ലാതെ നമ്മൾ സ്ഥിരമായിട്ട് പോകുന്ന കുണ്ട്ര വഴിയാണ്. കുണ്ട്ര വഴി പോകുമ്പോൾ അല്ലേ 26 കിലോമീറ്ററോളം ഉണ്ട്. കുണ്ട്ര വഴി പോകുമ്പോൾ 25-26 കിലോമീറ്റർ ഉണ്ട് കേട്ടോ. അപ്പോൾ കിലോമീറ്റർ ലാഭിക്കാം എന്നുള്ളതാണ് മെയിനായിട്ട്. സമയം ലാഭിക്കാൻ പറ്റില്ല. സമയം ഇവിടെ ഇങ്ങനെ പോയാലും ഒരു 10-20 മിനിറ്റ് ഇങ്ങനെ പോകും കേട്ടോ. ആ സമയം കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് നേരെ കൊല്ലം ചെല്ലാം. പക്ഷേ ഇച്ചിരി ഇന്ധനമൊക്കെ കുറയ്ക്കാം, പൊല്യൂഷൻ കുറയ്ക്കാം, നമ്മുടെ ഫിസിക്കൽ സ്ട്രെസ് കുറയ്ക്കാം, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതെ ബൈ ചെയ്തണ്ട ഇവിടുന്ന് സാധനം നിങ്ങൾ കണ്ടില്ല കേട്ടോ. ചെയ്യുന്നുണ്ടോണേ ബായ് അല്ല സോറി ബായ് ചെയ്ത് ഇതിങ്ങനെ ഇവിടുന്ന് എറിഞ്ഞ് അങ്ങോട്ട് പിടിപ്പിക്കുക സാധാരണ ചെയ്യുക കേട്ടോ. അത് കാണാൻ പറ്റിയില്ല. അപ്പോൾ ഇവിടെയാണ് അടുത്ത് വളരെ ഫേമസ് ആയിട്ട് പെരുമൺ ക്ഷേത്രമുള്ളത് കേട്ടോ. പെരുമൺ തേര് നടക്കുന്ന പെരുമൺ അമ്പലമുള്ളത്. അപ്പോൾ എന്തായാലും നമ്മളിനി നേരെ കൊല്ലയിലേക്ക് നേരെ ഞങ്ങൾക്ക് സിവിൽ സപ്ലൈ ഓഫീസിൽ പോകണം. നമ്മുടെ BPL കാർഡിനുള്ള അപേക്ഷയ്ക്കുള്ള സാധനങ്ങൾ കൊടുക്കണം. അതൊക്കെയാണ് പരിപാടികൾ. ഓഫീസിൽ പോകുമ്പോൾ ഒന്നും കടന് മേടിക്കാൻ നോക്കണം. എന്താടേ എന്താ മേടിക്കാനാ? ഉഴുന്നും കടല മേടിക്കണോ? ഉഴുന്നും കടല മേടിക്കാം. അപ്പം നമുക്ക് ഇറങ്ങാനായിട്ട് ഇവിടെ ഒരു പാളം ഉണ്ട് കേട്ടോ. ആ പാളം ഇട്ടിട്ട് അതുവഴി ഇറങ്ങുന്നത്. ഓക്കെ ഉണ്ടോ? അങ്ങനെ അവർ ഇൻസ്ട്രക്ഷൻസ് നൽകുന്നതനുസരിച്ച് നമുക്ക് പാളത്തിൽ നിന്ന് ഇറങ്ങാൻ പറ്റുള്ളൂ, വണ്ടിയിൽ ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കിനി നേരെ നേരെ കൊല്ലത്തേക്കുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ ജങ്കാർ ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതുപോലെ റോഡുണ്ട്. പെരുമൺ ടു കൊല്ലം റോഡാണ് കേട്ടോ. ഈ റോഡ് വഴി ഇങ്ങനെ പയ്യെ പോകുമ്പോൾ നമുക്ക് അഞ്ചാലുമൂട് എന്ന് പറയുന്നൊരു സ്ഥലമെത്തും. അവിടെ നിന്ന് പിന്നെ കൊല്ലം. അപ്പം നമ്മൾ അഞ്ചാലുമൂട് പറയുന്ന സ്ഥലവും കടവൂരൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മൾ കൊല്ലം എത്താറായി. തേവള്ളി പാലം എത്താറായി കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു വളരെ പ്രശസ്തമായൊരു പള്ളിയുണ്ട്. ഇതാണ് സെൻറ്റ് കാസിമിർസ് ചർച്ച് എന്ന് പറയും. വളരെ ഫേമസ് ആട്ടോ. ഇവിടുത്തെ പെരുന്നാളൊക്കെ ഭയങ്കര ഫേമസ്. ആ കടവൂര് പള്ളി എന്ന് പറയും. ഒരുപാട് പേർക്ക് അറിയാവുന്ന കേട്ടോ. ഇനി ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവിടെ ഫ്രഷ് മീനുകൾ കിട്ടും. അതൊക്കെ ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് കേട്ടോ. അപ്പോൾ നമ്മളതേ കൊല്ലത്തേക്ക് കയറാണ്. ഇതാണ് ആ പാലം, തേവള്ളി പാലം കേട്ടോ. ഇതും നമ്മുടെ അഷ്ടമുടിക്കായലിൻ്റെ ഒരു ഭാഗമാണ്. ഇവിടെ ഫേമസ് സ്ഥലങ്ങളാണ് മൊത്തം. അതേ അവിടെ ഒരു വലിയ മുട്ടൻ പ്രതിമയൊക്കെ ഉണ്ട്. അത് ഇപ്പോൾ കാണാനൊന്നും പറ്റത്തില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഫോണെടുത്ത് വീഡിയോ എടുക്കാൻ കാരണം എന്താ വെച്ചാൽ ലിജിയുടെ ഒരു കാര്യം പറയാം കേട്ടോ. അപ്പോൾ ഞാൻ ലിജിയുടെ മെമ്മറി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു അമ്പലത്തിൽ പോയി വീട്ടിട്ടുണ്ടായിരുന്നല്ലോ, കുറേ ദിവസങ്ങൾക്ക് മുന്നേ. അപ്പം ആ അമ്പലത്തിൽ വെച്ച് ഞങ്ങളൊരു സെക്യൂരിറ്റി ചേട്ടനെ കണ്ടു കേട്ടോ. ഈ ബോക്സറാണ് പുള്ളി. ഈ പ്രത്യേക സാഹചര്യങ്ങളൊക്കെ സെക്യൂരിറ്റി ആയിരിക്കും നിൽക്കുമല്ലോ, വണ്ടി പറഞ്ഞു വിടാനും അങ്ങനെയൊക്കെ. അപ്പം അങ്ങനെ അവിടെ വെച്ചിട്ട് കണ്ട ചേട്ടനാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഇതുവഴി പോയപ്പോൾ ആ ചേട്ടനെ ഞാനും കണ്ടായിരുന്നു. അങ്ങനെ ആ ചേട്ടനെ കണ്ട് ഭയങ്കര ഓർമ്മ, എവിടെയോ കണ്ട് മറക്കുന്നു. അങ്ങനെ ഞാനിങ്ങനെ കുറേ നേരം ആലോചിച്ച് ഞാൻ അവിടെ നിന്ന് കൊല്ലം എത്താറായപ്പോഴാണ് ഞാൻ പിന്നെ അയാളെ മനസ്സിലായിട്ടോ. പക്ഷെ ലിജിയോട് ഞാൻ അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇന്ന് ആ പുള്ളിനെ കണ്ടപ്പോൾ ലിജിയോട് ഞാൻ ചോദിച്ചു ആ ചേട്ടൻ ഏതാന്ന് ചോദിച്ചു കേട്ടോ. അപ്പോൾ ലിജി ആ ഒറ്റ സെക്കൻഡിൽ പറഞ്ഞു ഇതാ ചേട്ടനല്ലേ, അമ്പലത്തിൽ നിന്ന് ചേട്ടനല്ലേ ഇത്. എന്നിട്ട് ഞാൻ ആലോചിക്കാതെ കേട്ടോ. ഇവളുടെ മെമ്മറി ലെവൽ എന്ന് പറഞ്ഞാൽ ഹൈ റേഞ്ചാണ് കേട്ടോ. മെമ്മറി നന്നായിരിക്കട്ടെ അല്ലേ ലിജി? അങ്ങനെ ഇരിക്കട്ടെ, നല്ല മെമ്മറി ഉണ്ടാവട്ടെ. അപ്പോൾ ചില കാര്യങ്ങൾ അങ്ങനെ കേട്ടോ. ലിജി ചിലരുടെ പേര് ഓർത്ത് വെക്കും, അവരുടെ സ്ഥലം ഓർത്ത് വെക്കും, പിന്നെ ആളെ കണ്ടാൽ മനസ്സിലാവും. അപ്പം നമ്മളെ എഴുതി കാണാൻ പറ്റുന്ന ഫോളോവേഴ്സോ അല്ലെങ്കിൽ അങ്ങനെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരൊക്കെ വരുമല്ലോ കാണാനായിട്ട്. അങ്ങനെയൊക്കെ ഒരു തവണ വന്ന് പിന്നെ ജസ്റ്റ് ഒരു ഫോൺ വിളിക്കുകയോ എല്ലാം ചെയ്ത് കഴിഞ്ഞാൽ ലിജി അപ്പോഴേ നേരെ പേരും ജാതക സഹിതം മൊത്തം പറഞ്ഞു കൊടുക്കുക ലിജി. വളരെ ശ്രദ്ധിക്കും ലിജി കേട്ടോ. വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കും. വളരെ ആൾക്കാരെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പ്രത്യേക കഴിവാണ് ലിജിക്ക്.
അപ്പോൾ ഞാൻ പിന്നെ ആലോചിച്ചു കേട്ടോ, അപ്പോൾ എൻ്റെ മെമ്മറി ഒരുപാട് നഷ്ടപ്പെട്ടു എന്നുള്ളത് കേട്ടോ. എൻ്റെ മെമ്മറി പവർ അത് ഓർത്തെടുക്കാനുള്ള എൻ്റെ ആ ഒരു പവർ ഉണ്ടല്ലോ, അതെൻ്റെ കുറേ നഷ്ടപ്പെട്ടെന്ന് എനിക്ക് തോന്നുന്നു. അയ്യോ എൻ്റെ ഒരു അവസ്ഥ ദൈവമേ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് കൊല്ലത്തെ രാമവർമ്മ ക്ലബ്ബ് കേട്ടോ. ഇത് പ്രസിദ്ധമായ നമ്മുടെ ഒരു ക്ലബ്ബാണ് കേട്ടോ. ക്ലബ്ബ് എന്ന് പറയുമ്പോൾ എങ്ങനെയാ പറയാ, നമ്മുടെ സീനിയേഴ്സ് ആയിട്ടുള്ള കുറേ ആൾക്കാർ, കവികൾ, അങ്ങനെ നമ്മുടെ കൊല്ലത്തിൻ്റെ സാഹിത്യകാരന്മാർ, മാധ്യമപ്രവർത്തകർ, അങ്ങനെ സമൂഹത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ആൾക്കാരില്ലേ, അവരൊക്കെ അടങ്ങിയിട്ടുള്ളൊരു ക്ലബ്ബാണ് കേട്ടോ. അതെ, രാമവർമ്മ ക്ലബ്ബ് എന്ന് പറയും. അപ്പോൾ നമ്മളിപ്പോൾ വന്ന് കയറുന്ന കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷൻ എന്ന് പറയുന്ന സ്ഥലത്ത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇവിടെ നിന്ന് ഇങ്ങനെ ലെഫ്റ്റ് എടുത്ത് പോയാൽ ഞാനൊരു പ്രതിമ കാണിച്ചു തരാം. അതെ എനിക്കറിയാം ഏത് പ്രതിമയാണെന്ന്. നമ്മുടെ മൺമറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട കലാകാരൻ, കൊല്ലത്തിൻ്റെ അല്ലേ ഒരു കാലത്ത് ജയൻ എന്നൊക്കെ പറഞ്ഞ. നീ കണ്ടിട്ടില്ല പ്രതിമ? അല്ല, ജയനെ നമ്മളാരും കണ്ടിട്ടില്ല, നമ്മളൊക്കെ ജനിക്കുന്നതിന് മുന്നേ മരിച്ചു പോയായിരിക്കും. പ്രതിമ കണ്ടിട്ടില്ല ഇതുവരെ കണ്ടിട്ടില്ല? അപ്പൊ ഇപ്പൊ കാണിച്ചു തരാം, ചെയ്യേണ്ട നോക്ക്. ആ കാണുന്നതാണ് ജയൻ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്. ഇതാണ് കേട്ടോ നമ്മുടെ മരണപ്പെട്ട ജയന്റെ പ്രിയപ്പെട്ട കലാകാരൻ ജയന്റെ പേരിലുള്ള ആ ഒരു പ്രതിമ. ഇതാണ്. ലിജി കണ്ടിട്ടില്ലെന്നാ പറഞ്ഞത്. എന്നാലിപ്പൊ കണ്ടില്ല ലിജി. അച്ഛൻ ഇന്നാള് പറഞ്ഞില്ലേ, അച്ഛൻ ഇന്നാള് ഇതിലേ പോയപ്പോ ലിജിക്ക് കാണിച്ചു കൊടുത്ത, ലിജി കണ്ടില്ല. ലിജി കണ്ടില്ല. വീട് ഇവിടെയാണ് സ്ഥലം. ഓലയിൽ എന്നാണ് പറഞ്ഞത്. ഓലയിൽ ജയൻ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഒരു സ്ഥലത്താണ് ഓലയിൽ ജയൻ എന്ന് അറിയപ്പെടുന്നത്. വീടൊന്നും എനിക്കറിയത്തില്ല. അപ്പോൾ കഴിച്ച് ഞങ്ങളപ്പോൾ ടൗണിലേക്ക് കയറാൻ പോകട്ടോ, ഇനി ബാക്കി പിന്നെ. അപ്പോൾ ഞങ്ങൾ സിവിൽ സപ്ലൈ ഓഫീസിൽ വന്ന് നമ്മൾ ഓൾറെഡി ഒരു അപേക്ഷ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം എന്താ വെച്ചാൽ BPL കാർഡാക്കാനാണ്. BPL ചിലർക്ക് അറിയത്തില്ലെങ്കിൽ ഞാൻ പറയാം, ബിലോ പോവർട്ടി ലൈൻ എന്നാണ്, ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള ഒരു കാർഡാക്കും, റേഷൻ കാർഡ്. അങ്ങനെ ആക്കുമ്പോൾ നമുക്ക് ഒരുപാട് സഹായങ്ങൾ. ഇപ്പോൾ എൻ്റെ ഓപ്പറേഷൻ ഇല്ലേ, എനിക്ക് തിരുവനന്തപുരത്ത് എൻ്റെ സർജറി ഉണ്ട്. എൻ്റെ സർജറിക്ക് ആ കാർഡ് BPL ആവുകയാണെങ്കിൽ എനിക്ക് കുറച്ച് പൈസയുടെ കുറവുണ്ടാവും. പിന്നെ മരുന്നിന് നമ്മുടെ ബ്ലഡ് ടെസ്റ്റുകൾ അതെല്ലാം കുറവുണ്ടാവും കേട്ടോ. ഞാൻ 2000 സംതിങ് രൂപ ഇപ്പോൾ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത്. BPL കാർഡാണെങ്കിൽ അതിൽ കുറച്ചുകൂടെ കുറയും. ഇപ്പം അമ്മയുടെ ചികിത്സയ്ക്കായാലും മരുന്ന് വാങ്ങിക്കാനായാലും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കേട്ടോ. ഇപ്പോൾ ലിജിനെ നമ്മുടെ കാർഡിലോട്ട് ആഡ് ചെയ്യുമ്പോൾ BPL കാർഡ് ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. BPL കാർഡ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ശ്രീത്രയിലായാലും ട്രീറ്റ്മെൻറ്റ് എല്ലാ കാര്യങ്ങളെല്ലാവരും കുറവുണ്ടാവും. നമ്മൾ APL കാർഡാണ് കേട്ടോ. അത് എബോ പോവർട്ടി ലൈൻ എന്നുള്ളതാണ് കേട്ടോ. അതങ്ങനൊരു സാമ്പത്തിക അവസ്ഥയൊക്കെ വെച്ചിട്ട് ആൾക്കാരെടുക്കുന്നത്. നമ്മളിതൊരു 2-3 വർഷമായിട്ട് ഈ ഒരു കാർഡ് ഇങ്ങനെ ആക്കാൻ വേണ്ടി നടക്കുക. കാരണം നമുക്ക് നിരന്തരമായിട്ട് ഇപ്പോൾ പലരും ചിന്തിക്കും, നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഒക്കെ ചെയ്യുന്നതല്ലേ, നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ ആവശ്യം എന്താ അതൊക്കെ ചിന്തിക്കുക കേട്ടോ. നമ്മൾ ആശുപത്രി കേസുകളായിട്ട് പോകുമ്പോൾ ഇപ്പോൾ എൻ്റെ സർജറിക്ക് തന്നെ 60,000 രൂപയ്ക്ക് അടുത്ത് വേണം. ഇതിനൊരു ഉപയോഗിക്കുന്ന ഒരു സ്കോപ്പാണ് അത് കേട്ടോ. അതിൻ്റെ സാധനം മേടിക്കാനായിട്ട് 60,000 രൂപ വേണം. അതെനിക്ക് ഒറ്റയ്ക്ക് വാങ്ങിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ 10 പേര് കൂടി ചേർന്നിട്ട് 10 പേർക്ക് വേണ്ടിയാണ് ആ സർജറിക്ക് വേണ്ടി അത് ഉപയോഗിക്കാൻ പോകുന്നത്. സാധാരണ അത് ഒരാൾക്ക് ഉപയോഗിക്കാൻ പാടുള്ളൂ ആ സർജറി സാധനം. അപ്പോൾ എനിക്ക് BPL കാർഡ് ആണെങ്കിൽ എനിക്ക് അങ്ങനെ ഒരു ഉപയോഗം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് ബുദ്ധിമുട്ട് വരും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ BPL കാർഡാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഓൺലൈനിൽ അപേക്ഷ കൊടുത്തിട്ട് നമ്മുടെ അപേക്ഷ ഇവിടെ അത് പാസ്സായിട്ടില്ല, കിട്ടിയിട്ടുമില്ല. അപ്പോൾ ഞാനത് ഇവിടെ തിരക്കാൻ വരുമ്പോൾ പലർക്കും അത് നിസ്സാരമായിട്ടത് അങ്ങനെ ഒരു അപേക്ഷ ഇവിടെ കിട്ടിയിട്ടില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ അമ്മ ഇവിടെ കൊണ്ടത് കൊടുത്തതാണ് കേട്ടോ. ആ പേപ്പറും കാര്യങ്ങളെല്ലാം ഇവിടെ കൊണ്ടു കൊടുത്തതാണ്. അപ്പോൾ അങ്ങനെ സംഭവം ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് നിസ്സാരമായിട്ട് പറഞ്ഞു കളഞ്ഞു. പക്ഷേ ഒരു സാറ് എന്നോട് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും, നാളെ ഒരു പുതിയ അപേക്ഷ കൊടുക്കാൻ പറയുന്നുണ്ട്. അപ്പം 17-ാം തീയതി മുതൽ വീണ്ടും ആ ഒരു കാർഡാക്കി മാറ്റുന്നത്. ഞാനീ പറയുന്ന കാര്യം പലർക്കും മനസ്സിലാവാൻ സാധ്യതയില്ല. കാരണം റേഷൻ കാർഡ് അത്ര ഉപകാരപ്പെടുന്ന ഒരുപാട് പേരൊന്നും ഉണ്ടാവില്ലെന്ന് എനിക്ക് തോന്നുന്നു. എന്നെ സംബന്ധിച്ചോളം എനിക്ക് റേഷൻ കാർഡ് ഇത്രയും കാലം എന്താ പറയുക, എനിക്ക് ഒരുപാട് ഉപകാരപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഉപകാരപ്പെടുന്ന സ്ഥലങ്ങളുണ്ടായിരുന്നു, അവിടെ ഒന്നും ഉപകാരപ്പെട്ടിട്ടില്ല. കാരണം എന്താ വെച്ചാൽ ഒന്ന് ഞങ്ങൾ റോഡ് സൈഡിലാണ് ഞങ്ങളുടെ വീടിരിക്കുന്നതെന്നുള്ളൊരു മാനദണ്ഡമായിരുന്നു. ഞങ്ങൾ BPL നിന്ന് APL ആവാൻ സാധ്യത ആയതിൻ്റെ ഒരു കാരണം റോഡ് സൈഡിൽ വീടുണ്ടെന്നുള്ളതാണ് കേട്ടോ. റോഡ് സൈഡിൽ ഞങ്ങൾ വീട് വെക്കുമ്പോൾ റോഡ് പോയിട്ട് വഴി പോലും ഇല്ലാത്ത സ്ഥലമായിരുന്നു കേട്ടോ. എൻ്റെ അച്ഛൻ വീട് വെക്കുമ്പം വേറെ കുഴി, നമ്മളിപ്പോൾ മീൻ പിടിക്കുന്ന തോടില്ലേ, കുളം, അമ്മ മീൻ പിടിക്കുന്ന കുളം, അതുപോലത്തെ കണ്ടമായിരുന്നു. ആ കണ്ടത്തിൽ കായലിൽ നിന്ന് ചെളി കൊണ്ടുവന്ന് വള്ളത്തിൽ ചെളി കൊണ്ടുവന്ന് നികത്തി മണ്ണിട്ട് വീട് വെച്ചതാ.
അതിൻ്റെ ഫ്രണ്ടിൽ കൂടെ സർക്കാർ റോഡുണ്ടാക്കിക്കൊണ്ട് പോയിട്ട് ഞങ്ങൾക്ക് BPL ആവാത്തതിൻ്റെ ഒരു മാനദണ്ഡം പറഞ്ഞത് ഇതാണ് കേട്ടോ. അപ്പോൾ ഞാനിതിന് BPL വേണ്ടി വാശി പിടിക്കുന്നൊന്നുമില്ല, നമ്മളെ അതിജീവിക്കും, എല്ലായിടത്തും അതിജീവിക്കുമല്ലോ. പക്ഷേ അങ്ങനത്തെ സംഭവം എനിക്ക് ആവശ്യമില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയ്ക്കും അത് ആവശ്യമുണ്ട്, BPL കാർഡ് ആക്കുന്നതിന് ആവശ്യമുണ്ട്. നമ്മുടെ സാമ്പത്തിക അവസ്ഥ അറിയാമല്ലോ. അപ്പോൾ അവർക്ക് ഒരുപാട് എന്നാൽ അവരുടെ കാര്യങ്ങളെല്ലാം വളരെ പെർഫെക്റ്റായിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളെല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. പക്ഷേ ചില സാഹചര്യങ്ങൾ വരുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നമുക്കൊരു മരുന്നിന് പോലും ഇച്ചിരി ഇളവ് കിട്ടണമെന്നുണ്ടെങ്കിൽ BPL കാർഡ് വേണം കേട്ടോ. APL കാർഡ് എന്ന് വെച്ചാൽ അന്ന് ഇത് എഴുതി APL കാർഡ് ഞങ്ങൾ സാധാരണ BPL കാർഡായിരുന്നു ഞങ്ങൾക്ക് എഴുതി പോയപ്പോൾ. ഞാൻ എറണാകുളത്തൊരു ജോലിയിൽ നിന്ന സമയത്താണ് APL കാർഡിലേക്ക് ഞങ്ങൾ മാറുന്നത് കേട്ടോ. സാധാ ജോലിക്ക് നിന്നപ്പോഴാണ് എനിക്ക് ജോലിയുണ്ട്, വണ്ടി റോഡ് സൈഡിൽ. ഈ വണ്ടി എടുത്തതെന്ന് വെച്ചാൽ 2 വർഷമായി. ലിജിക്ക് അസുഖമായി വന്നപ്പോഴല്ലേ നമ്മൾ ലിജിനെ ഫിസിയോതെറാപ്പിക്ക് അതിനെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ വണ്ടി എടുത്തത്. പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞാണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ നമുക്കിനി കുറച്ച് വെളിച്ചെണ്ണയൊക്കെ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ വെളിച്ചെണ്ണ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് പോവാം. ഓക്കെ. അപ്പോൾ നമ്മൾ വെച്ച അപേക്ഷ എന്താ പറയുന്നത്, ഇവിടെ കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞത്. അങ്ങനെ അപേക്ഷ ആയില്ല. ഓൾറെഡി BPL കാർഡൊക്കെ ഇതൊക്കെ ആയിപ്പോയി. കിട്ടേണ്ടവർക്ക് കാർഡൊക്കെ കിട്ടി. നമ്മളെന്താ ലേറ്റായെന്ന് വെച്ചാൽ നമ്മുടെ പഞ്ചായത്തിലെ VO 10 ദിവസമായിട്ട് അങ്ങോട്ട് അവധിയായിരുന്നു. അപ്പോൾ നമ്മൾ BPL അർഹരാണോ എന്ന് പഞ്ചായത്തിൽ നിന്ന് എഴുതി തരണം. നമുക്ക് ഒരു സാക്ഷ്യപത്രമുണ്ട്, BPL ആ പേപ്പറിൻ്റെ ഉണ്ട്. അപ്പോൾ നമ്മളിത് കൊണ്ടുവരാൻ ലേറ്റായത് കൊണ്ടാണ് തള്ളിപ്പോയത് ഒരിക്കലും പറയാൻ പറ്റത്തില്ല. കാരണം പഞ്ചായത്തിൽ നിന്ന് എഴുതി തരാൻ നമുക്ക് കൊണ്ടുവരാൻ പറ്റത്തില്ല. നമുക്ക് ആ 13 ദിവസം കഴിഞ്ഞിട്ടാണ് നമുക്ക് ആ സർട്ടിഫിക്കറ്റ് കിട്ടിയത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ലേറ്റായത്. എന്തായാലും ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനിയിപ്പോൾ വേണമെങ്കിൽ നമുക്ക് ഇതിന് അപ്പീൽ പോവാം, കളക്ടർ അടുത്ത് പോവാം, ഇവിടെയൊക്കെ പോവാം. ഞാൻ അതിന് ശ്രമിക്കുക കേട്ടോ. ഇനി നമ്മൾ ശ്രമിച്ച് പല കാര്യങ്ങളും നേടിയിട്ടുണ്ട്. പിന്നെ ഇതുകൊണ്ട് ശ്രമിക്കുന്നതിന് വലിയ പാടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഞാൻ ആ സാധനം ശ്രമിച്ചേക്കാം. അപ്പോൾ ഓക്കെ, നമുക്ക് നേരെ പോകട്ടെ. അങ്ങനെ ഞങ്ങൾ കൊല്ലത്തു നിന്നൊക്കെ കറങ്ങി തിരിഞ്ഞ് അവസാനം നമ്മുടെ ഭരണിക്കാവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി കേട്ടോ. അപ്പം നമുക്ക് ഇന്ന് അതിഥി എത്തുമെന്ന് പറഞ്ഞല്ലോ, എനിക്ക് വിളിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിഥി ആരാന്ന് വെച്ചാൽ വാവ അമ്മയാണ് കേട്ടോ. ഇടുക്കിന്ന് വരിക. ലിജി അതീവ സന്തോഷവതിയാണ് കേട്ടോ ഇന്ന്. ഓ, ഭയങ്കര സന്തോഷമാണ്. എന്തൊക്കെയാന്ന് പറഞ്ഞാലും പെറ്റമ്മ കാണാനുള്ളൊരു സന്തോഷമുണ്ടല്ലോ, അതാ ഇന്ന്. അപ്പോൾ ഞങ്ങളിവിടെ കൊണ്ട് നിർത്തി തന്നെ ഭയങ്കരമായൊരു ലോട്ടറി കട കേട്ടോ ഇവിടെ. ലിജി ലോട്ടറി എടുക്കാൻ പറഞ്ഞേക്കുക. നമ്മളെടുത്താൽ അടിക്കത്തുമില്ല, വെറുതെ പൈസ പോകാം. ലിജി ചുമ്മാ എടുക്കാനോ? ചുമ്മാ എടുക്കാൻ ചുമ്മാ ഇരുത്തില്ല, പൈസ കൊടുക്കണം. ആ പൈസക്കല്ല, മേടിച്ച് തിന്നാൽ അതെങ്കിലോ. അപ്പോൾ ഞങ്ങളിവിടെ വെയിറ്റ് ചെയ്യട്ടോ. അവരിപ്പോൾ വരും. അവരവിടെ നിന്ന് ബസ് കയറിയിട്ടേ ഉള്ളൂ. ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ അപ്പുറത്തുള്ള സ്ഥലത്തിൽ വണ്ടി കയറിയിട്ടേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അവരുടനെ വരും. അവർ വന്നിട്ട് നമുക്ക് അവരെ കൂട്ടിയിട്ട് വേണം വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പോൾ അത് ഞങ്ങൾ നിർത്തിയിരുന്നിടത്തല്ല കേട്ടോ അവർ വന്ന് ഇറങ്ങിയത്. അപ്പോൾ ഞങ്ങൾ അവർ നിൽക്കുന്നിടത്തോട്ട് പോവുകയാണേ. തേട്. ഓ, രുചിയുടെ ഒരു സന്തോഷവും ചിരിയും കേട്ടോ. അങ്ങോട്ട് കിട്ടും. ഇതുവഴി കയറിക്കും. ഓ, ആ ഒരു സന്തോഷവും ഒരു ചിരി. പുറത്തോടെ കയറി സാധനം ഇരിക്കോ. ഒരു സന്തോഷവും ഒരു ചിരിയും. കപ്പലണ്ടി കിടക്കുന്നു വായില്. ഫുഡ് കഴിച്ചല്ലോ. ഉച്ചക്ക് കഴിച്ചിട്ട് ഇറങ്ങിയല്ലേ? പെട്ടെന്ന് എത്തിയല്ലോ. ട്രാൻസ്പോർട്ടിൽ കയറണ്ടല്ലോ, പ്രൈവറ്റിൽ കയറിയാല്. നിങ്ങൾ വന്ന വണ്ടി ഞാൻ കണ്ട അങ്ങോട്ട് പോണേ. ഞാൻ അന്നേരം പറയുകയും ചെയ്തില്ല. ഇതുവഴി പാ വഴിയുണ്ടോ? നോക്കട്ടോ.